മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ കൊരങ്ങൻ ചേട്ടനെ കണ്ടുകൊണ്ടാണ് എൻ്റെ ദിവസം തുടങ്ങിയത്. അടുക്കള കഥവ് തുറന്നപ്പോഴേക്കും കൊരങ്ങൻ ചേട്ടൻ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. എടാ അമ്പാടി കൊരങ്ങ നിൽക്കുന്നടാന്ന് പറഞ്ഞപ്പോൾ അമ്പാടി കിടന്നുറങ്ങിയാൽ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ചാടി ഇറങ്ങി ഓടി വന്ന് കൊരങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന ക്യാരറ്റ് എടുത്ത് കൊരങ്ങനെ ഇട്ട് കൊടുത്തു. ആദ്യം ഇത് ഇട്ട് കൊടുത്ത സമയത്ത് വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. പിന്നെ അത് തന്നെ പോയി എടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ അടുക്കളയുടെ അതിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് അകത്തോട്ട് ചാടി വരുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നൈസായിട്ട് കഥവങ്ങ് അടച്ചിട്ടു. എന്നിട്ട് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ കുറേ നാളായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നൊരു എഗ്ഗിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയും കോഫിയും അതും ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരിതുണ്ടായിരുന്നു. പിന്നെയും നമ്മളല്ലേ ഉള്ളൂ, കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. ഒന്നുമില്ല, പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടറില്ല ഇട്ട് കൊടുത്തത്, വെളിച്ചെണ്ണ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴേക്കും തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക. തക്കാളി അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പൊടി പൊടിയാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് മുട്ട എടുക്കുക. എത്ര പേരുണ്ടോ അതിനനുസരിച്ച് മുട്ട എടുക്കുക. മുട്ട എടുത്തിട്ട് ഉണ്ണി പൊട്ടാത്ത രീതിക്ക് സൂക്ഷിച്ച് പൊട്ടിക്കുക. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഈ ഉണ്ണി എങ്ങനെ പൊട്ടുമെന്ന്. പക്ഷെ ഉണ്ണി പൊട്ടിയില്ല. ഭാഗ്യത്തിന് പൊട്ടിയിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്ക് പൊട്ടിക്കഴിഞ്ഞ ടേസ്റ്റ് കുറയുമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് പൊട്ടാതെ തന്നെ കിട്ടി. അത് നന്നായിട്ട് അങ്ങോട്ട് പരത്തി എടുത്തിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. എന്നിട്ട് ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് ഞാൻ പരത്തി ഒരു 4 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് പരത്തി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് മല്ലിയിലയാണ് ഇടേണ്ടത്. പക്ഷേ ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ച് പൊട്ടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത പാത്രത്തിൽ കോഫിയും വെച്ച് ചപ്പാത്തിയും ചുട്ടെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കോഫി, നിങ്ങൾ ഇങ്ങനെയാണോ കോഫി ഇടുന്നത്? ഞങ്ങൾ സാധാരണ തിളപ്പിച്ചാണ് ഇടാറുള്ളത്. പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ആൻറ്റി ഉണ്ടാക്കി തന്നു. അതിൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഈ ഒരു രീതിക്ക് അഡിക്റ്റായി. കാരണം നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കോഫിയില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇങ്ങനെ കോഫി ഉണ്ടാക്കുമ്പം. അതിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത്. ബ്രൂവിനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് സൺറൈസിൻ്റെ കോഫി പൗഡറാണ്. അത് കഴിഞ്ഞിട്ട് അമ്പാടി അടുത്തിടെ ഇത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞതും അവൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടാണെന്ന് തോന്നുന്നു 10 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ 100 രൂപയുടെ അഭിനയം നടത്തി. പിന്നെ ഞാൻ അവനും 2 ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ 2 പേർക്കും 2 ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ പോയി സമാധാനമായിട്ടിരുന്ന് കഴിച്ചു നോക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി ഇതിൽ എനിക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ടേസ്റ്റ്